നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഈവൻ എഡിറ്റർ, ബഹുമുഖ പ്രതിഭയാണ് വിജയ് മേനോൻ. സ്വാഗതം. ചേട്ടനെ ഏറ്റവും ഒടുവിൽ കണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി അഭിനയിച്ചത് രേഖാചിത്രം എന്ന് പറയുന്ന ചിത്രത്തിലാണ് അല്ലേ? എങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഒക്കെ ഉള്ള വരവ്? സാധാരണ പോലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷിബു എന്നെ വിളിച്ചു. എന്നെ ഒരു വേഷമുണ്ട്, ഞാൻ ചെയ്ത അവർക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പം ഓക്കെ, ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ദാറ്റ് ഫിലിം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആരെങ്കിലും കാസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ആരാ ചെയ്തെന്ന് ഐ ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ്. ഇന്നിപ്പോൾ തിയേറ്ററിൽ ഭയങ്കര രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രേഖാചിത്രം. വലിയ ഹിറ്റ് സിനിമകളിലൊന്നാണ്. പക്ഷെ അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലോ അല്ലെങ്കിൽ തിയേറ്റർ വിസിറ്റുകളിലോ ഒന്നും ചേട്ടനെ കണ്ടില്ല. അത് മനഃപൂർവ്വം വിട്ടു നിൽക്കുന്നതാണോ അതോ? അല്ല, ഒരു പ്രാവശ്യം അവർ വിളിച്ചിരുന്നു, ബട്ട് ഐ ഹാഡ് വേറെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് ഐ തിങ്ക് കോഴിക്കോടിൽ അതിൻ്റെ ഒരു സെലിബ്രേറ്ററി തിങ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. അല്ലെങ്കിൽ ആൻഡ് ഓൾസോ പ്രത്യേകമായിട്ട് ഐ എം ക്വൈറ്റ് എ പ്രൈവറ്റ് പേഴ്സൺ, സോ ഐ കീപ് ടു അവേ ഫ്രം ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. മാറി നിൽക്കുക എന്നുള്ളതാണ്. മാറി നിൽക്കുന്നല്ല, വേണോ എന്നുള്ള അങ്ങനെ ഒരു ഇതുണ്ട്, മടിയുണ്ട്. മടിയുണ്ട്. അതിനകത്ത് എനിക്കൊന്ന് ആസിഫിന്റെ കൂടെ രണ്ടാമത്തെ ചിത്രം ആദ്യത്തെ വയലൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പടം. എങ്ങനെയാണ് ആസിഫ് എന്ന് പറയുന്നത് നടൻ? എങ്ങനെയുണ്ട്? എനിക്ക് വേണ്ടി ആസിഫ് ഇസ് യങ്ങർ ക്രോപ്പ് ഓഫ് ആക്ടേഴ്സ്. അപ്പം ഹീസ് വെരി കൂൾ ഗായ്, ഒരു പ്രശ്നമില്ല. ഞാൻ ഇതും ചെയ്തിട്ടുണ്ട്, അബ്രിഡ് ഷൈൻ്റെ പടം, മറ്റേ മഹാവീർ. പുള്ളി അസലും ആസിഫ് ഉണ്ടായിരുന്നു. സോ he's easy to get along with the youngsters. So, I mean, youngster for me. So, it's cool. പ്രശ്നമൊന്നുമില്ല. ചേട്ടന് മാതാപിതാക്കൾ പൂർണ്ണമായിട്ടും പിന്നെ മലയാളികളാണ്. അച്ഛൻ പട്ടാമ്പി, അമ്മ ചെങ്ങന്നൂർ. ചേട്ടൻ ജനിച്ചത് ലണ്ടനിലാണ്, UK-ലാണ്. അത് എങ്ങനെ സംഭവിച്ചാണത്? അമ്മ അവിടെ ബാരിസ്റ്ററിന് കോഴ്സിന് വേണ്ടി പഠിക്കാൻ പോയത്. അച്ഛൻ എന്ത്? പുള്ളി അവസാനം he was the president of EMI. EMI group of companies ഉണ്ടല്ലോ. They have medical equipment, records, music. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ജനിച്ച സമയത്ത് he was HMVയുടെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ആയിരുന്നു. അങ്ങനെ he was posted in London. That's how. അച്ഛൻ്റെ പേര് ഭാസ്കർ മേനോൻ, അമ്മ ലീല മേനോൻ. ശരിക്കും ലണ്ടൻ സിറ്റീസൺ ആണ് അങ്ങനെ നോക്കിയാൽ അല്ലേ? അവിടുന്ന് പിന്നെ കുറച്ചു കാലം ഊട്ടിയിലേക്ക് വന്നു. ആദ്യം അവിടുന്ന് ഞാൻ ഒരു 2-3 വയസ്സായപ്പം ബോംബെയിലോട്ട് കൊണ്ടുവന്നു. വെച്ചാൽ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു മൈ സ്കൂളിംഗ് ഇന്ത്യയിൽ തന്നെ നടക്കണം. അതും തിരിച്ചു വന്ന് ബോംബെയിൽ ഈ LKG UKG ബോംബെ മോണ്ടിസോറി സ്കൂൾ, എന്നിട്ട് ഞാൻ ലോറൻസ് സ്കൂളിൽ ഊട്ടിയിൽ പോയി. അവിടെ സ്കൂൾ വിദ്യാഭ്യാസം ഊട്ടിയിലല്ലേ? ഇല്ല, ഫുള്ളായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പശ്ചാത്തലം ഉള്ളത് കൊണ്ടായിരിക്കാം മലയാളം നന്നായിട്ട് കൈവശം ഉണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന വാക്കുകളിൽ അധികമായിട്ട് ഇംഗ്ലീഷ് പദങ്ങളൊക്കെ വന്ന് ചേരുന്നത് കൊണ്ടായിരിക്കും അല്ലേ? ഇപ്പം കിട്ടുന്ന ഈ ഡയലോഗ്സ് എല്ലാം അവർ എഴുതുമ്പം എൻ്റെ ക്യാരക്ടേഴ്സിന് അവർ കൂടുതൽ ഇംഗ്ലീഷ് അങ്ങ് എഴുതും. ബിക്കോസ് ദേ എക്സ്പെക്ട് മീ ടു സ്പീക്ക് ഇംഗ്ലീഷ്. അതുകൊണ്ടല്ല ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ചെയ്ത പടം രേഖാചിത്രം, ടോവിനോട് കൂടെ ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്തത് 3-4 ദിവസം മുമ്പ്. അപ്പോൾ ഡയലോഗെല്ലാം മലയാളത്തിൽ എഴുതിയിട്ടാണ് കൊണ്ടുവന്നത്. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് ഡയറക്ടർ ഒന്ന് പറഞ്ഞു, ചേട്ടാ അത് കുറച്ചൊക്കെ അങ്ങ് ഇംഗ്ലീഷ് ആക്കണം, എന്നാലേ നമുക്കൊരു അതിൻ്റെ ചേട്ടനൊരു ഫീലല്ലോ. അപ്പം അങ്ങനെ സോ ഐ കൺവേർട്ട് ഫ്യൂ ഓഫ് ദി ഡയലോഗ്സ് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഇത് ബേസിക്കലി ദി ആക്സെൻറ്റ്. എൻ്റെ അമ്മ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ എന്നെ നോക്കാൻ വേണ്ടി ഒരു വൈറ്റ് ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് ആയിരുന്നു എന്നെ നോക്കാൻ വേണ്ടി നാനിയായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ ചേച്ചിയാണ് എന്നെ ആദ്യം ഈ ഭാഷ പഠിപ്പിച്ചത്, നാവിൽ തരുന്നത്. സോ ഐ ഹാവ് ദാറ്റ് പ്രൊപെൻസിറ്റി ടു ഡു ദാറ്റ്, ദാറ്റ്സ് ദ ഹോൾ തിങ്. ഇന്നിപ്പം ഇംഗ്ലീഷ് മലയാളവും ഇടകലർത്തി മംഗ്ലീഷ് പറയുന്നവരൊക്കെ വളരെ സുപരിതരാണ്. ഒരുപാട് നമുക്കത്ര പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ചേട്ടൻ സിനിമയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നതൊക്കെ ഒരു അതിശയത്തോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? പിന്നെ ഇപ്പോഴും ചിലർ തന്നെ സാഹിബ് എന്ന് വിളിക്കും, ഇംഗ്ലീഷ്കാരാണെന്നല്ല ഇപ്പോഴും വിളിക്കും. സോ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അത് അവരുടെ ഒരു കണക്കൂട്ടലല്ലേ. അതെ, പണ്ട് ആരാ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നത്? എത്ര പേര് കളിയാക്കുന്ന പവിത്രൻ, ബക്കർജി എന്നെ കളിയാക്കുമായിരുന്നു എല്ലാം. നീ മലയാളത്തിൽ സംസാരിക്കണം വരത്തില്ല, അങ്ങനെ വരാനത്ര ബുദ്ധിമുട്ടല്ലേ? It's not that. I think in English, so it's a natural thing that comes to me. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഈ സിനിമ എപ്പോഴായി ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഒരിക്കലും അല്ലായിരുന്നു. I was a very
നോർമൽ ഉഴപ്പനായിരുന്നു. പഠിക്കാൻ ഒരു മടിയായിരുന്നു. But I used to manage my marks and get through. അപ്പം പഠിക്കാൻ അത്രയും ഒരിക്കലും പറയത്തില്ല ബ്രില്യൻ്റ് ആയിരുന്നു. ഇങ്ങനെ പഠിക്കാൻ അത്ര ഉളപ്പനായിരുന്ന ഒരാൾ പെട്ടെന്ന് സിനിമ എങ്ങനെയാണ് അത് മനസ്സിലായത്? കോളേജിൽ പഠിക്കുമ്പം. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പം കോളേജിലെവിടെയായിരുന്നു? മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. എല്ലാം വലിയ കോളേജുകളും സ്കൂളുകളുമാണ്. അപ്പോൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഒരു എൻ്റെ ആക്ടിങ് ഗുരുവായെന്നൊരു പറയാം, ഒരു തോമസ് ലെഫ്രോയ് വർഗീസ്, ടൂട്ട്സ് എന്ന് വിളിക്കുമായിരുന്നു. അതിലിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. പുള്ളിയാണ് he inducted me into this acting on stage, and he guided me through, taught me many things, and he truly, എനിക്ക് എന്തെങ്കിലും അഭിനയത്തിനെ പറ്റി അറിയുവാണെങ്കിൽ he is responsible primarily for that. പിന്നെ many people in industry വന്നു കഴിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്ത്, ഭരതേട്ടൻ, TV ചന്ദ്രൻ, they all contributed. Fazal contributed to my growth as an actor. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്കാലത്ത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ അല്പം പാടുള്ളൊരു കാര്യമാണ്. എൻട്രൻസ് എക്സാമും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം അവിടെ പോയി ഫിലിം മേക്കിംഗ് പഠിക്കണം എന്നുള്ളതൊക്കെ എങ്ങനെ വന്നു? ഫസ്റ്റ് ഇൻഫ്ലുവൻസ് സിനിമയുടെ പവർ എനിക്ക് മനസ്സിലായ ചെറിയ വയസ്സിൽ ഞാൻ തുലാഭാരം എന്ന് പറഞ്ഞ പടം കണ്ടപ്പോഴാണ്. ഇറ്റ് മൂവ് മീ വെരി ഡീപ്ലി, ലൈക്ക് ആ വയസ്സിൽ. സോ അപ്പോഴെന്തായാലും വി ആർ നോട്ട് തിങ്കിങ് ഈ സിനിമ ചെയ്യും അങ്ങനെയൊന്നുമില്ല. കോളേജിൽ വന്നപ്പം ആഫ്റ്റർ ഡൂയിങ് സ്റ്റേജെല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പം ആൻഡ് റെഗുലറായിട്ട് പോയി പടങ്ങൾ കാണുന്നു. മദ്രാസ് സിറ്റിയിൽ 25 കിലോമീറ്റർ പോകണം പടം കാണുമ്പം വി റിയലൈസ് ദാറ്റ് ദിസ് ഈസ് എ വെരി 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 പവർഫുൾ മീഡിയം. ഭയങ്കര പവറുള്ള ഒരു മീഡിയം. ഇറ്റ് ക്യാൻ ബി സോഷ്യലി സോ ഇൻഫ്ലുവൻഷ്യൽ, ലൈക്ക് സമൂഹത്തിനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ്. അപ്പം അങ്ങനെയാണ് കോളേജിൽ പഠിക്കുമ്പം എനിക്ക് തോന്നിയത് ഈ സിനിമ ആണ് പവർ. ഇറ്റ്സ് മോർ പവർഫുൾ ദാൻ മാസ് റീച്ചിന് വേണ്ടി, മോർ പവർഫുൾ ദാൻ സ്റ്റേജ്, ഈ നാടകം എല്ലാം. അങ്ങനെയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അപ്ലൈ ചെയ്ത് എൻട്രൻസ് എക്സാം ചെന്നൈ ചെയ്ത് അവിടെ പോയി ഇൻ്റർവ്യൂവും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത്. കൂടെ ഒന്ന് പഠിച്ചവരാരെങ്കിലും ഉണ്ടായിരുന്നോ? എൻ്റെ ക്ലാസ്മേറ്റ്സ് മലയാളികൾ ദിനേശ് ബാബു ജോസഫ് ഐ തിങ്ക് ഇസ് ഇൻ അമേരിക്ക നൗ. ദിനേശ് ഇപ്പോഴും ആക്റ്റീവാണ്. അത് പിന്നെ എൻ്റെ ഒരു വർഷം താഴെ ഉണ്ടായിരുന്നത് ക്യാമറ വേണു. ഒരു വർഷം താഴെ. ബീന പോളൊക്കെ ഉണ്ടാവണം. ബീന വാസ് 2 years ജൂനിയർ. ബീന, രാജീവ് വിജയരാഘവൻ, നമ്മുടെ ക്യാമറമാൻ സണ്ണി ജോസഫ്. എൻ്റെ ആദ്യത്തെ പടം ഞാൻ ഡയറക്റ്റ് ചെയ്ത് വിജയരാഘവനും സണ്ണിയുമായിരുന്നു എൻ്റെ അസിസ്റ്റൻസ്. സോ അവരായിരുന്നു മലയാളി. ദെൻ നമ്മൾ ഇമ്മീഡിയറ്റ് സീനിയർ സുകുമാരൻ, ശിവപ്രസാദ് ആൻഡ് ശരത് ചന്ദ്രൻ ഈ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരായിരുന്നു നമ്മുടെ ഇമ്മീഡിയറ്റ് സീനിയേഴ്സ്. അവിടുന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നു. സ്വാഭാവികമായിട്ടും ഒരാളെ സംബന്ധിച്ചോളം ഒരു ഫിലിം മേക്കിംഗ് പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ ഒരു ആഗ്രഹം ഒരു സിനിമ സംവിധാനം ചെയ്യാനാണ്. അത് ആ ആഗ്രഹം വെച്ചാണ് ഞാൻ ഇറങ്ങി വന്നത്. പക്ഷേ നമ്മൾ ആദ്യം കാണുന്നത് എല്ലാവരും കൊതിക്കുന്ന, ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള എല്ലാവരും കൊതിക്കുന്ന ഭരതേട്ടൻ്റെ സിനിമയിൽ നിദ്രയിൽ നായകനായിട്ട് വരുന്നതാണ്. അതൊരു സംവിധായകനാകാൻ വന്നു, നേരെ തിരിച്ച് ഉൾട്ടയായിട്ട് ഭരതേട്ടൻ്റെ നിദ്രയിലെ നായകനായി മാറും. എന്ത് സംഭവിച്ചാണ് ആ മാജിക്? നമ്മൾ ചെന്നൈയിലായിരുന്നു അപ്പോൾ താമസം. അപ്പം തൊട്ടടുത്ത് 2 വീടോ അപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്ന കോട്ടയം ശാന്ത ചേച്ചി. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, ഇനി നിനക്ക് എന്തോ ചെയ്യേണ്ടത്? ബിക്കോസ് അവരെല്ലാവരും ഭയങ്കര എതിർപ്പായിരുന്നു ഈ സിനിമ ചേരുന്നത്. തീരെ താല്പര്യമില്ല വീട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭരതേട്ടൻ്റെ അല്ലെങ്കിൽ IV ശശിയുടെ അസിസ്റ്റൻ്റ് ആവാൻ കൊള്ളായിരുന്നു, ആയാൽ ഇറ്റ് വിൽ ബി ഇപ്പോൾ. അപ്പം കോട്ടയം ശാന്ത ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ചോളൻ ശാസ്ത്രി പറഞ്ഞു എനിക്ക് ഭരതേട്ടനെ നന്നായി അറിയാം, ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് തന്നു. അപ്പം ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പം ഭരതേട്ടൻ ചോദിച്ചു, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, അതെ, ഡയറക്ഷനും ഫോട്ടോഗ്രാഫിയും, അതെ, എന്താ ചേട്ടൻ്റെ ഒരു അസിസ്റ്റൻ്റായി നിൽക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം പുള്ളി എടുത്ത് ചോദിച്ചു, നീ അഭിനയിക്കണമെന്ന്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് പുള്ളി ചോദിച്ചു അതെന്തോ. ഞാൻ പറഞ്ഞു, ഒരു കോൺടാക്റ്റും വെച്ചാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അസിസ്റ്റൻറ്റ് പണി ചിലപ്പം സ്ഥാനമില്ലായിരിക്കും, അതുകൊണ്ട് ഒരു സീനിൽ സർ ടി എന്നും പറഞ്ഞ് തന്നു. അതായിരുന്നു ഞാൻ വിചാരിച്ചത്. അത് ഞാൻ പറഞ്ഞു പുള്ളിയോട്. അത് പുള്ളി പറഞ്ഞു, ഇല്ലടാ മെയിൻ റോളായിട്ട് ചെയ്യാമെന്നു. ഓക്കെ. ബിക്കോസ് അതിനെപ്പറ്റി നമ്മൾ നെർവസ്നെസ്സോ ടെൻഷനോ പേടിയോ ഒന്നും ഇല്ലായിരുന്നു. ബിക്കോസ് നമ്മൾ
പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കുറേ സ്റ്റുഡൻറ്റ് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. വി ആർ ഫെമിലിയർ വിത്ത് ദ ടെക്നോളജി, ലൈക്ക് വി ആർ ഫെമിലിയർ വിത്ത് ദ മെഷീൻസ് ആൻഡ് ദ സിറ്റുവേഷൻ ഓൺ എ സെറ്റ്. അപ്പം ദാറ്റ്സ് ഹൗ വെന്റ് ഓൺ. അങ്ങനെയാണ് സിനിമ വരുന്നത്. സിനിമയിൽ സിനിമയിലെ നായകനാകുന്നത് അല്ലേ? ശരിക്കും ഭരതേട്ടനുമായിട്ടുള്ള സൗഹൃദവും ബന്ധമൊക്കെ we were very, very close, very close. Even the family became very close to him. And പുള്ളിയും ലളിത ചേച്ചിയും. ഭരതേട്ടൻ സാറിന് നമ്മളൊരു അഭിനേതാവിനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയും പലപ്പോഴും പലരും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? No, I don't think he tried to mold me in any way. എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ ആദ്യത്തെ ദിവസം കോവളത്തായിരുന്നു ഷൂട്ടിങ്. ആദ്യത്തെ ദിവസം ഇൻഫാക്ട് ക്യാൻസലായി, ജയൻ മരിച്ച ദിവസമായിരുന്നു അത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്ത് രാവിലെ എയർപോർട്ടിൽ പോയി ബോഡിയെല്ലാം റിസീവ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ആ ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഷൂട്ടിംഗ് മുതൽ പുള്ളി എന്നെ ഗേവ് മീ അൺറെസ്ട്രിക്റ്റഡ് ഫ്രീഡം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ദാറ്റ്സ് ഹൗ ഇറ്റ് കണ്ടിന്യൂ. അപ്പം പുള്ളി എന്നെ അല്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നും ഹി നെവർ ട്രൈ ടു കൺട്രോളോ മോൾഡോ എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. ഒരിക്കലും ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും അദ്ദേഹം നോ പറഞ്ഞു എന്തെങ്കിലും? ഇല്ല, ഇത് നന്നായില്ല എന്ന് പറഞ്ഞ സന്ദർഭം? നന്നായില്ലെന്ന് പറഞ്ഞില്ല, ഈ ഒരു സാധനം കുറച്ച് ഇങ്ങനെ ചെയ്താലോ. ഓക്കെ, ഇംപ്രവൈസേഷൻ അല്ലേ? അശാന്തി വാസ് ദ ഫസ്റ്റ് ഹീറോയിൻ ഓഫ് ദാറ്റ് മൂവി അല്ലേ? താങ്കളുടെ നായികയാണ്. അപ്പം രസകരമായിരുന്നു അന്നത്തെ. ഇറ്റ് വാസ്, സീ ദ ഹോൾ അറ്റ്മോസ്ഫിയർ ഓഫ് ഷൂട്ടിംഗ് വാസ് വെരി ഡിഫറെൻറ്റ് ആ സമയത്ത്. ഇന്ന് ഒരു സ്കാറ്റേർഡ് ഫീലാണ്. എല്ലാവരും വേറെ വേറെ ഇടത്ത് താമസിക്കുന്നു, എല്ലാവരും അവരവരുടെ സമയത്ത്. അന്ന് എവ്രിബഡി എല്ലാം ഒരേ ഹോട്ടലിൽ താമസിച്ച എല്ലാവരും വന്ന് സെറ്റിലിരിക്കും. ആ ദിവസം ഷോട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്ന് ഇരിക്കും. എല്ലാവരുടെ അടുത്ത് തമാശയും പറഞ്ഞ് കഥകളും പറഞ്ഞ്. ഇറ്റ് വാസ് വെരി ഫെമിലിയർ അറ്റ്മോസ്ഫിയർ. കുടുംബം പോലെ ഒരു കുടുംബം അറ്റ്മോസ്ഫിയർ. ദാറ്റ് വെന്റ് ഓൺ ഫോർ 25-30 days. ഇങ്ങനെ പോകുമ്പം അറിയില്ല, ദ ബോണ്ട്സ് ആർ വെരി ക്ലോസ് ഇൻ ദോസ് കൈൻഡ് ഓഫ് പിക്ചേഴ്സ്. ഇന്നാണ് ഒരു ആക്ടറോടെ ഷൂട്ട് ചെയ്താൽ പിന്നെ അടുത്ത പടം കിട്ടുമ്പോഴാണ് കാണുന്നത് പുള്ളിയെ. സോ അത് ഇറ്റ്സ് ബിക്കം ലൈക്ക് ദാറ്റ്. അത് തെറ്റൊന്നുമില്ല. ദാറ്റ് ഈസ് ദി ഇവല്യൂഷൻ ഓഫ് ദ സിസ്റ്റം. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഈ പറഞ്ഞു ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങാനിരുന്നപ്പോഴാണ് ജയൻ മരിച്ചു എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഒരു എന്താണ്, ഒരു സാധനം പറയും, ഒരു പിന്നെ അശുഭം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു തോന്നലൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഈ അന്ന് ഫോണും ഇല്ല, ഈ സെൽഫോണില്ല, ഒന്നുമില്ല. ഈ ട്രെയിൻ 1 മണിക്ക് 2 മണിക്ക് 1 മണിക്ക് എന്തോ ട്രിവാൻഡ്രം എത്തേണ്ട ട്രെയിൻ വന്ന് ഒരു 12-12:30 ആകുമ്പം വേളിയിൽ വന്ന് വണ്ടി ഇട്ടു ട്രെയിൻ. ഒരു 5:30-6 മണി വരെ അവിടെ കിടന്നു. സോ വി ഡിഡ്ന്റ് നോ വൈ. വെള്ളം കുടിക്കാനില്ല, കഴിക്കാനൊന്നുമില്ല, ചുറ്റിലും ഒന്നുമില്ലായിരുന്നു. അപ്പം കുറേ നേരം കിടന്ന് അവിടെ ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല. കോവളത്ത് ആ ദിവസം വൈകുന്നേരം ഷൂട്ട് ചെയ്യാൻ വെച്ചതാണ്. കോവളത്ത് ഞാൻ ഹോട്ടലിൽ കയറി കുളിച്ചിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ബാദൻ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, സാറേ ഷൂട്ടിങ്ങിൽ സാറേടാ ഷൂട്ടിംഗ് ക്യാൻസൽ, ജയൻ മരിച്ചുപോയി. അങ്ങനെയാണ് അറിയുന്നത്. മരിച്ചുപോയി. ഓ ഓക്കെ. സോ അടുത്ത ദിവസം പിന്നെ രാവിലെ എയർപോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു. രാവിലെ എയർപോർട്ടിൽ പോയി ഉച്ചയ്ക്ക് തുടങ്ങി. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു. സോ ദർ വാസ് നോ ഒരു ബാഡ് ഓമണോ അങ്ങനത്തെ ആരും ഒന്നും പറഞ്ഞില്ല. നത്തിങ്. ഈ പടം നിദ്ര പിന്നീട് റീമേക്ക് ചെയ്യപ്പെട്ടു റീസെൻ്റ്ലി. മകൻ തന്നെ സിദ്ധാർത്ഥൻ വന്നിട്ട് സിദ്ധാർത്ഥൻ ആ സിനിമയിലും നായകനായിട്ട് അല്ലെങ്കിൽ അതിലൊരു ഡോക്ടറെ അപേക്ഷ ചെയ്തിരുന്നു. അങ്ങനെ ഒരു കോൾ വരുമ്പോൾ സിദ്ധാർത്ഥനായിരിക്കാം വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കാം, ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയിരുന്നു. ഞാൻ വിചാരിച്ചു സിദ്ധാർത്ഥനെ വിളിക്കുമ്പം ലാലു അലക്സിൻ്റെ വേഷമായിരിക്കും എനിക്ക് തരാൻ പോകുന്നത്, ചേട്ടൻ്റെ വേഷം. അപ്പോൾ അവിടെ പോയി ഡോക്ടറുടെ വേഷമാണെന്ന് പറഞ്ഞപ്പം ഓക്കെ, ഐ മീൻ എനിക്ക് മനസ്സിലായി എന്തുവാ ചെയ്യേണ്ടതെന്ന്. സോ ദി എക്സൈറ്റ്മെൻറ്റ് വാസ് എക്സൈറ്റ്മെൻ്റ് അല്ല, ബട്ട് എ കൈൻഡ് ഓഫ് ഫുൾഫില്ലിംഗ് തിങ് വാസ് അച്ഛനും മകനും ഒരേ പടം. ഓക്കെ. സോ അതൊരു വലിയ അല്ലേ, ഒരു തനിയാവർത്തനം എന്നൊക്കെ പറയണ പോലെ അച്ഛൻ ചെയ്ത പടത്തിന് മകൻ റീമേക്ക് ചെയ്തു. അതിൽ നായക വേഷം ഇതിനകത്ത് ഒരു കഥാപാത്രം ചെയ്യും അല്ലേ? എനിക്കൊന്ന് അതേപോലെ ഇത് ലളിത ചേച്ചിയാണ്. ലളിത ചേച്ചി അതേ വേഷം തന്നെ ചെയ്തു. ലളിത ചേച്ചിയായിട്ടുള്ള ഒരു വലിയ സൗഹൃദം. ഞാൻ എപ്പോഴും പുള്ളിക്കാരത്തിയോട് വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ബിക്കോസ് നിദ്രയുടെ ഡബ്ബിങ് സമയത്ത് വന്നപ്പം എൻ്റെ ഈ മലയാളം ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് അവർ കുറേ ആളുകളെ നോക്കി എനിക്ക് ഡബ് ചെയ്യാൻ വേണ്ടി. ഹരിയേട്ടന്, രതീഷ്, രാധാരവിയനെ വരെ വിളിച്ചു ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് ലളിത ചേച്ചിയാണ് ഇൻസിസ്റ്റ് ചെയ്തത്, ഇല്ല വിജയൻ തന്നെ ചെയ്യണം, പുള്ളിയുടെ വോയിസ് പുള്ളിക്കാരത്തിക്കായിട്ട് പറഞ്ഞ് നല്ല വോയിസാണ്, അവൻ ചെയ്തോളും
പറഞ്ഞു അവൻ്റെ മലയാളം അതെല്ലാം പുള്ളി ചെയ്തോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് വെൻറ്റോൺ ലൈക്ക് അന്ന് ലൂപ്പ് സിസ്റ്റം ആയിരുന്നു. സോ യു ഹാവ് ടു ഇറ്റ് കീപ്സ് കമ്മിങ് ആൻഡ് ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഐ വാസ് ഫെമിലിയർ. പിന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൂപ്പ് ഡബ് ചെയ്തിട്ടുണ്ട്. സോ ഐ ന്യൂ ഹൗ ദിസ് വർക്ക്സ് ലൈക്ക്. അപ്പോൾ അത് കുറച്ച് പാടായിരുന്നു അല്ലേ ശരി ഡബ് ചെയ്തെടുക്കാൻ? ഇല്ല, എനിക്ക് പാടായിട്ട് തോന്നിയിട്ടില്ല. ഇന്ന് വരെ ഡബിങ് പാടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ചേച്ചിയാണ് ശരിക്കും ഡബിങ് ബാക്കിംഗ് എന്ന് പറയുന്നത്. ചേച്ചിയായിട്ട് നല്ല സൗഹൃദമായിരുന്നു അല്ലേ? Yeah, she was very close to me. ഇപ്പോഴും അവസാന നിമിഷങ്ങളിലൊക്കെ സ്വന്തം അനിയനും മോനെയും പോലെയായിരുന്നു. വിളിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്? വിളിക്കുമായിരുന്നു, വീട്ടിൽ വിളിക്കുമായിരുന്നു, എൻ്റെ അമ്മയുടെ അടുത്ത് വിളിക്കുമായിരുന്നു. ചേച്ചി ഒരു ഇടക്കാലത്ത് ഒരു സാമ്പത്തിക ക്രൈസിസിലൂടെ കടന്നു പോയിരുന്നു. അന്ന് ചേച്ചി സഹായിക്കാനോ അവരെ അങ്ങനെ എന്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് കഴിച്ചിട്ടുണ്ടോ? മൈ മദർ ഹെൽപ്പ് ദം. ഞാൻ ആയിട്ട് എനിക്ക് ഐ ആം നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്, ബട്ട് എനിക്ക് മൈ മദർ ഹെൽപ്പ് ദം ക്വൈറ്റ് എ ബിറ്റ്. ഭരതേട്ടൻ്റെ സിനിമ കഴിഞ്ഞതിൻ്റെ പിന്നാലെ ഒരു തമിഴിൽ നല്ലൊരു സിനിമ ചെയ്തു. തമിഴ് അപ്പോൾ കണ്ണ് സിവന്താൽ മനസ്സിലാക്കും. ശിവരാജ് രാജൻ എന്ന് പറയുന്ന ശ്രീധർ രാജൻ എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹത്തിന്റെ സണ്ണിലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം, ആദ്യത്തെ പടം. അതിന് ഡെബ്യൂ ഏറ്റവും മികച്ച നാഷണൽ അവാർഡ് കിട്ടുന്നു, ഇന്ദിരാഗാന്ധി നാഷണൽ അവാർഡ് കിട്ടുന്നു. അതിന് സ്റ്റേറ്റ് കുറെ അല്ലാതെ സിനിമാറ്റോഗ്രാഫിക്ക് ഒക്കെ അവാർഡ് കിട്ടും. അതിലും നല്ലൊരു നായക തുല്യമായ ഒരു വേഷമാണ്. അതിലേക്ക് എങ്ങനെയാണ് ആ വേഷം കിട്ടുന്നത്? ശ്രീധർ ഞാനും ഒരുമിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സാണ്. ബിക്കോസ് നമ്മൾ ഒരുമിച്ചാണ് ട്രെയിനിൽ ബാംഗ്ലൂരിൽ നിന്ന് പോയത് പൂനെയിലോട്ട്. അപ്പം ശ്രീധർ ഞാനും ആ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ആണ്. പിന്നെ അവൻ വന്ന് നിദ്ര കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഹി സെഡ് ഓക്കെ യു ഡു ദിസ് റോൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പടത്തിൽ ഞാൻ ചെയ്തത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനകത്ത് ഡബ് ചെയ്തിരുന്നു തമിഴിൽ തന്നെയാണോ? അല്ല, ആ പടത്തിൽ തമിഴിൽ ഞാൻ ഡബ് ചെയ്തില്ല. അത് എനിക്ക് ഡബ് ചെയ്ത് പ്രതാപ്പത്തിന് ഡബ് ചെയ്തുകൊണ്ടിരുന്ന സുരേന്ദ്രൻ ഐ തിങ്ക് പുള്ളിയാണ് ഡബ് ചെയ്തത് എനിക്ക്. അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ ക്യാരക്ടർ. അവിടുന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ പോയി ഒരു ഗ്രാമത്തിൽ പോയി പഠിച്ചു കഴിഞ്ഞ് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സംവിധായകനാകണമെന്ന് ആഗ്രഹമായിരുന്നു. അക്കാലത്ത് ഒരു വലിയ മോഹമായിട്ട് താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നസീർ സാറിനെ വെച്ചൊരു സംവിധായകൻ. എന്റെ പല മോഹങ്ങളിലും മേജർ മോഹം. പക്ഷെ അവിടെ ഞാൻ ഇടപെടുന്നത് എന്താണെന്ന് വെച്ചാൽ സാറിനെ സംവിധാനം ചെയ്തതിന് മുമ്പ് സാറിന്റെ സിനിമയിൽ അഭിനയിച്ചു. അതെ, പ്രേം നസീറിനെ കാണുവാനില്ല. തട്ടിക്കൊണ്ടുപോകുന്ന കിഡ്നാപ്പേഴ്സിൽ ഒരാളാണ് മണിയമ്പിള്ള രാജു ശ്രീനിവാസനൊക്കെ ഉണ്ടായിരുന്നു. അന്നാണോ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുന്നത് പ്രേം നസീർ? ഇല്ല, നസീർ സാറിനെ നേരത്തെ എൻ്റെ ഫാമിലിയൊക്കെ അറിയായിരുന്നു. ബിക്കോസ് അവരെങ്ങനെയാണ് അവരുടെ കണക്ഷൻ എനിക്ക് അറിയത്തില്ല. ബട്ട് ഹി വാസ് ഫെമിലിയർ ടു മീ. എനിക്ക് അറിയായിരുന്നു പുള്ളിയെ നേരത്തെ. വീട്ടിൽ വരുമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് കമ്മിങ് ഫ്രം ലോറൻസ് സ്കൂൾ കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, ഇന്ത്യൻ സിനിമ നമ്മുടെ കണ്ണിൽ വലിയൊരു സാധനം അല്ലായിരുന്നു. ബിക്കോസ് വി വർ സീയിങ് സോ മെനി വെസ്റ്റേൺ ഫിലിംസ്. ബട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞിട്ട് എസ്പെഷ്യലി നമ്മൾ എന്തുവാ വിചാരിച്ചത്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ കാണിക്കുന്ന പടങ്ങൾ സിനിമയാണെങ്കിൽ ഇവിടെ വരുന്ന തിയേറ്ററിലുള്ള സാധനം സിനിമയല്ല. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ലൈക്ക് ദെൻ സ്ലോലി ആഫ്റ്റർ ഇൻഡസ്ട്രി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓക്കെ വി അണ്ടർസ്റ്റാൻഡ് ദ positives of this kind of filmmaking also, how they storytelling and narration and everything. അപ്പോൾ നസീർ സാറിനെ ഞാൻ ഈ പ്രേം നസീറിനെ കാണാനില്ല ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ പുള്ളിയെടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞു, എനിക്ക് സാറിനെ വെച്ചൊരു പടം ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, നീ എഴുതിക്കൊണ്ട് പോവാ. അങ്ങനെയാണ് ഞാൻ ഈ സാധനം എഴുതി പുള്ളിയെടുത്ത് പോയി. ഇത് ആദ്യം കാണുന്നത് കുടുംബവുമായിട്ടുള്ള അങ്ങനെ അല്ലാതെ ആദ്യം കാണുന്നത് ഈ പ്രേം നസീറിനെ കാണാനില്ല. അവിടെ വെച്ചാണ് അല്ലേ കാണുന്നത്? അവിടെ വെച്ചാണ്. പുള്ളി എന്നെ അറിയായിരുന്നു. പുള്ളി എനിക്കറിയാം, അമ്മ അറിയാം വന്നില്ല. അങ്ങനെ സുയോ അങ്ങനെ ക്ലോസ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് താമസിക്കാതെ നിലാവിൻ്റെ നാട്ടിൽ എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത്. നസീർ നായകൻ, നല്ല കാസ്റ്റിങ്ങുള്ള പടമാണ്. ഭരത് ഗോപിയുണ്ട്, സീമ, എം ജി സോമൻ, ലാലു അലക്സ്, അങ്ങനെ നീണ്ട നിരയുള്ള ഒരു സിനിമ. അതിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെയാണ്. ആ സിനിമ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ല, എൻ്റെ ആദ്യത്തെ പടം ഞാൻ എഴുതിയത്, അതിൻ്റെ ടൈറ്റിൽ ഞാൻ വെച്ചത് എല്ലാം വിൽപ്പനയ്ക്ക്. സോ ഞാനത് എഴുതി കഴിഞ്ഞ് എനിക്ക് കാസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ച ഒരാളുടെ അടുത്ത് ഞാൻ പോയി. പുള്ളിയുടെ മലയാള സിനിമയുടെ ഒരു സംവിധായകനായിരുന്നു, ലീഡിങ് സംവിധായകനായിരുന്നു. കാസ്റ്റ് ചെയ്യാൻ ഞാൻ പുള്ളിയെടുത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ജോർജ് കിത്തുവിനും ഞാനും പാംഗ്രോ ഹോട്ടലിൽ പോയി പുള്ളിയെടുത്ത് മുഴുവൻ കഥ ഞാനിങ്ങനെ, പുള്ളി വിചാരിച്ച് ഞാൻ പുള്ളിയുടെ അടുത്തൊന്ന് ഇതിൻ്റെ അപ്രൂവൽ വാങ്ങിക്കാനായിരുന്നു. ഓക്കെ, സോ ഞാൻ മുഴുവൻ കഥ പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു നല്ല സാധനമാണ്,
ആരാ എൻ്റെ മെയിൻ കാസ്? ഞാൻ പറഞ്ഞു താങ്കൾ തന്നെ. അപ്പോൾ പുള്ളി അത് ഷോക്ക്. ഞാൻ പറഞ്ഞു അതെ, ദിസ് ഇസ് ദി ഐഡിയ. മറ്റേ 2 ക്യാരക്ടേഴ്സ് ഇവർ 2 പേര്. അപ്പം പുള്ളി പറഞ്ഞു അയ്യോ അതെൻ്റെ ഭാര്യ, ഐ ഡോണ്ട് തിങ്ക് അവർ സമ്മതിക്കും. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാം ചേച്ചിയുടെ അടുത്ത്. അന്ന് ട്രങ്ക് കോളായിരുന്നു. ട്രങ്ക് കോൾ വിളിച്ചു, ലൈറ്റ്നിങ് കോൾ, 8 ചാർജാണ് അതിൻ്റെ. പക്ഷെ അത് വിളിച്ചു, സംസാരിച്ച് ചേച്ചിയുടെ അടുത്ത്. ചേച്ചി പറഞ്ഞു നിങ്ങളാണെങ്കിൽ ഓക്കെ, എനിക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല ചേട്ടൻ അഭിനയിക്കുന്നത്. അപ്പം ഞാനത് പോയി. അപ്പം പുള്ളിയും സംസാരിച്ചു, എല്ലാം ഓക്കെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു നീ ഒരു 3 മാസം ഇതൊന്ന് തള്ളി വയ്ക്ക്, ഞാൻ പോയി ട്രിവാൻഡ്രത്ത് പോയിട്ടൊന്ന് തിരിച്ചു വരാമെന്ന്. പുള്ളി പോയി 3 മാസം നമ്മളതിൻ്റെ ലൊക്കേഷനും ഇതെല്ലാം ശരിയാക്കി എടുക്കുന്ന സമയത്ത് 3 മാസം കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് എന്നെ വിളിച്ചു പറഞ്ഞു എൻ്റെ അടുത്ത പടത്തിൻ്റെ പ്രീവ്യൂ ഉണ്ട്, ഇത് ചേംബറിലാണ്, നീ വരണം. അന്ന് റെഗുലറായിട്ട് പ്രീവ്യൂസ് അവിടെ എല്ലാ മലയാളം പടത്തിൻ്റെ ഒരു പ്രീവ്യൂ ഉണ്ടായിരുന്നു അവിടെ. സോ നമ്മൾ ചേംബറിൽ പോയി ഇരിക്കുക, പടം ഇട്ടു, കാണാൻ തുടങ്ങി. ഓരോ റീലായി, 2 റീലാ 3 റീലാവുമ്പം ഞാൻ കുറച്ച് വാട്ട് ഈസ് ദിസ്. അപ്പോൾ അത് ഞാൻ എഴുതി കൊടുത്ത പടം ഇങ്ങനെ വരുക. അപ്പോൾ ഐ ക്യാൻ സീ വാട്ട് ഐ റിട്ടൺ ഇസ് കമ്മിങ് ഓൺ സ്ക്രീൻ ആൻഡ് ദ ഫുൾ തിങ്കിങ്, ഹോൾ ഫിലിം വാസ് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്, അത് പുള്ളിയുടെ സ്റ്റൈലിന് വേണ്ടി. എന്നിട്ട് ആ വൈകുന്നേരം നമ്മൾ എല്ലാവരും കൂടെ കൂടി പാമ്പുഴ പുള്ളിയുടെ മുറി തന്നെ ഭരതേട്ടനെല്ലാം അറിയാമായിരുന്നു ഞാനിത് ചെയ്യാൻ പോകണം, പുള്ളിയെ വെച്ച് ചെയ്യാൻ ഐഡിയ ആണെന്ന് വെച്ചാൽ കഥയെല്ലാം ഞാൻ ഭരതേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ചോദിച്ചു എന്താ നീ കാണിച്ചടാ അവൻ്റെ. അപ്പോൾ പുള്ളി ഭയങ്കര കൂളായിട്ട് കാഷ്വലായിട്ട് പറഞ്ഞു അവൻ വേറെ എഴുതിക്കോളും, നമുക്കറിയില്ലേ, അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതങ്ങ് പോയി. ആ ഒരു എൻ്റെ ഒരു ക്യൂരിയോസിറ്റി, മാധ്യമപ്രവർത്തൻ്റെ ക്യൂരിയോസിറ്റിയാണ്, ആരാണ് സംവിധായകൻ എന്ന് പറയാമോ? അത് പറയുന്നത് ശരിയല്ല. പടത്തിന്റെ പേര് ചോദിച്ചാലും അതിപ്പോ നിങ്ങൾക്ക് ഉടനെ അറിയും. പക്ഷേ കോട്ടയക്കാരനാണ്, കോട്ടയത്തുള്ള ആളാണ്. അത് കോട്ടയത്തിൽ നിന്നല്ല, പക്ഷേ അത് അങ്ങോട്ട് പോകണ്ട. അപ്പം പടം നന്നായി ഓടുകയും ചെയ്തു. നന്നായി ഓടും, ഒരു ഹിറ്റ് പടമാണ്. ഹിറ്റ് പടമാണ്. അതിൻ്റെ ആർട്ടിസ്റ്റുകളെ ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ. സോ അങ്ങനെയാണ് ഞാൻ ഈ നിലാവിൻ്റെ നാട്ടിൽ ഞാൻ ഭയങ്കര ഒരു 2-3 ആഴ്ചയിൽ അങ്ങനെ എഴുതിയെടുത്തു. അന്നേ കോപ്പിയടി ഉണ്ടായിരുന്നു. ഇത് കോപ്പിയടിയല്ല, ഇത് ഡെക്കോയിറ്റി. അപ്പം ഞാനത് എഴുതി നസീർ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ നസീർ സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു നല്ല സാധനങ്ങൾ, നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ്, നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് നിലാവിൻ്റെ നാട്ടിൽ ചെയ്തത്. അത് സ്ക്രിപ്റ്റ് ഫുള്ള് ഞാൻ തന്നെ എഴുതിയത്. ഡയലോഗ് വിജയരാഘവൻ എന്നെ ഹെൽപ്പ് ചെയ്തു, ബിക്കോസ് മലയാളം വാസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട്. അപ്പോൾ അത് ഡയലോഗ് മാത്രമാണല്ലോ, വി നീഡ് ദ ട്രാൻസ്ലേഷൻ. ആ സിനിമ പക്ഷേ സാമ്പത്തികമായിട്ട് ഇല്ല, ഇറ്റ് വെൽ. എന്തായിരുന്നു എന്നാലും ഒരു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ നസീർ സാറുമായിട്ടുള്ളൊരു, സാറിന്റെ മുന്നിൽ ക്യാമറ വെച്ച് നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നസീർ സാർ? അത് ഞാൻ അന്ന് ഒരു ദിവസം ഞാൻ ഷൂട്ടിംഗ് പോസ്റ്റ്പോണും ചെയ്തു അതിൻ്റെ ബിഗിനിങ്. ബിക്കോസ് ആ ആഗ്രഹത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ക്യാമറ വെക്കുമ്പോൾ ആദ്യം നസീർ സാറിൻ്റെ ഫേസിൽ വെക്കണം. അപ്പം അന്ന് പുള്ളി അവൈലബിൾ അല്ല, അടുത്ത ദിവസമേ അവൈലബിൾ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത ദിവസം നമുക്ക് തുടങ്ങാം. അപ്പോൾ അങ്ങനെയാണ് ഇത് പോയത്. ഓക്കെ, ഇറ്റ് വാസ് ഫൺ. ഞാൻ പറഞ്ഞു അന്ന് ഇത് ഫാമിലിയൽ അറ്റ്മോസ്ഫിയർ. സോ സോമേട്ടൻ എല്ലാം, സോമേട്ടനാണെങ്കിൽ എൻ്റെ അമ്മയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, തിരുവല്ല, ചെങ്ങന്നൂർ, അവർ എന്തോ ഒരേ സ്കൂളിലോ എന്തോ പഠിച്ചത് എന്തോ ആണ്. ഓക്കെ, ലൈക്ക് പിന്നെ സീമ ചേച്ചി ഉണ്ടായിരുന്നു. ഗോപിയേട്ടനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴേ ഞാൻ മീറ്റ് ചെയ്തു. പുള്ളി നാഷണൽ അവാർഡ് വാങ്ങിച്ച് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴി, കൊടിയേറ്റിൽ നിന്ന് വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴി പൂനെ 3-4 ദിവസം വന്ന് താമസിച്ച് അന്ന് നമ്മൾ മീറ്റ് ചെയ്ത്. ആൻഡ് ദാറ്റ്സ് ഹൗ ആൻഡ് ഹി വാസ് എ വണ്ടർഫുൾ ആക്ടർ. അങ്ങനെ ലാലു അലക്സ് വാസ് എ വെരി ക്ലോസ് ഫ്രണ്ട്. ഇപ്പോഴും ടച്ചപ്പിലുള്ള അല്ലേ ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ നിലാവിൻ്റെ രാത്രിയിൽ നിലാവിൻ്റെ നാട്ടിൽ അങ്ങനെ കഴിയുന്നു അല്ലേ. അതിനകത്ത് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അയ്യപ്പനായിരുന്നു അതിൻ്റെ ഫിസിക്കൽ ലെവലും. പക്ഷേ ഐ സാറ്റ് വിത്ത് ഹിം ആൻഡ് മേഡ് ഷുവർ ഐ ഡിഡ് ദ ഓവറോൾ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇറ്റ്. സാർ എന്തായിരുന്നു, സാറിൻ്റെ ഒരു അഭിപ്രായം എന്തായിരുന്നു? പ്രേം നസീർ സാറിൻ്റെ പടം കണ്ടിട്ട് പറഞ്ഞു നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ സോമേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു 5-10 വർഷം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പടമാണ്, കുറച്ച് ഏളിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക്.